ഹലോ ഗായ്സ്, നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. ഇതൊരു ഡെയിലി സ്റ്റഡി വ്ളോഗായിട്ട് ഡേ 1 ആണ്. അപ്പോൾ ഞാനൊരു JEE സ്റ്റുഡൻ്റാണ്, സൈലത്തിലാണ് റിപ്പീറ്റ് ചെയ്യണത് ഓൺലൈനായിട്ട്. അപ്പം ഇത് ഡേ 1 ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്നാലും ഞാൻ അന്ന് മുതലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഡെയിലി പ്ലാനർ പോയിട്ട് എഴുതാം. അപ്പോൾ ഇന്ന് എണീച്ചപ്പോൾ തന്നെ ഒരു 6 മണി ആവാനായി. അപ്പോൾ നമുക്ക് ഇന്ന് ഡേ 1 തുടങ്ങാം. എന്തായാലും ഡേ 1 നമ്മൾക്ക് ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത്, ഞാനൊരു ടൈം ടേബിൾ ഉണ്ട്, അതിനനുസരിച്ചാണ് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഡേ 1 മോർണിംഗ് സ്റ്റഡി സ്ലോട്ട് 1 ആണ്. ഞാൻ എന്തായാലും ഇത് എഴുതിയിട്ട് ഫുള്ള് വരാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേൻ്റെ സ്റ്റഡി പ്ലാനർ എഴുതിയിട്ടുണ്ട്. ഇതിൽ മോർണിംഗായിട്ട് സ്റ്റഡി സ്ലോട്ടിൽ 1 ഇവിടെ നമുക്ക് മാത്സ് പഠിക്കാം. മാത്സ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്ട്, പിന്നെ ഫോർമുല റിവിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോർമുല ഒരു നോട്ടിൽ ഫോർമുലയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 3/4 മണിക്കൂർ റിവൈസ് ചെയ്യണം. പിന്നെ എനിക്ക് വരുന്ന ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് മാത്സ് ആണ്, 9:30 മുതൽ 12:45 വരെ. അതിനൊരു ബ്രേക്ക്. പിന്നെ സെക്കൻഡ് ക്ലാസ് തുടങ്ങുന്നത് കെമിസ്ട്രിയാണ്, അത് 2 മണിക്ക്. അതാണ് ക്ലാസ് സ്ലോട്ട് 2. പിന്നെ സ്റ്റഡി സ്ലോട്ട് 2 കെമിസ്ട്രി, അന്നെടുത്ത കെമിസ്ട്രി അന്ന് ആ പ്രോബ്ലം ചെയ്യുക, ഒക്കെ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് സ്ലോട്ടിലാണ് മാത്സ്, അത് രാത്രി നമുക്ക് പഠിക്കാം. അപ്പോൾ തലേ ദിവസത്തെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ബാക്കിയുണ്ട്, അത് നമുക്ക് സ്ലോട്ട് 1 ഇട്ടിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് രാത്രി ഒരു റിവിഷനാണ് എല്ലാം കൂടി ഉദ്ദേശിക്കണേ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഒരു 6:22 ആയിരുന്നു. ഇന്ന് കുറച്ചെല്ലാം നേരം വൈകി. പക്ഷേ നാളെ മുതൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിപ്പം വീഡിയോ ഒക്കെ ആദ്യമായിട്ട് എടുത്തപ്പം കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചിന് ബാക്കിയാണെന്ന്. അപ്പോൾ ഒരു 61 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നോട്ട്സും കൂടി വരുമ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് വേഗം പ്രാക്ടീസ് ചെയ്യുക. ഒരു 8 മണി വരെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു നാളെ മുതലാണെങ്കിൽ നാളെ 2 മണിക്കൂറിൻ്റെ സെക്ഷൻ കിട്ടും. 6 മണി മുതലാക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 6:30 ആയി. അതുകൊണ്ട് എന്തായാലും 7 മണി വരെ 8 മണി വരെ പഠിക്കാം. ഒരു 1.5 മണിക്കൂറിൻ്റെ സെക്ഷൻ ആവും. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഏകദേശം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഗ്യാപ്പായി പോയി. ഇവിടെ ഏകദേശം ഇത്ര ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 21. ഇപ്പോൾ സമയം 8 മണി ആവാനായി. ഞാൻ ഏകദേശം നിർത്തുകയാണ്, ഒരു ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഏകദേശം സമയം കാണിച്ചു തരാൻ ഇവിടെ അപ്പം ഇതിൽ നോക്കിയാൽ ഇപ്പോൾ 8:15 അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റത്തെ നമ്മൾ സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞ് നമുക്കൊരു റെഡിങ് കൊണ്ട് സ്ലോട്ട് 1 ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർമുല റിവിഷൻ ആണ്. ഫോർമുല റിവിഷൻ ഞാൻ 15 മിനിറ്റ് കെമിസ്ട്രി, 15 മിനിറ്റ് മാത്സ്, 15 മിനിറ്റ് ഫിസിക്സ്, അങ്ങനെയാണ് ചെയ്യൽ. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോട്ടൊക്കെ കാണിച്ചു തരാം, ഫോർമുല റിവിഷനുള്ള. അപ്പോൾ ഏകദേശം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു. ഫിസിക്സും കെമിസ്ട്രിയും. മാത്സ് പിന്നെ കുറച്ചുള്ളൂ. ഇനി ഞാൻ 2 ദിവസത്തെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഷോർട്ട് നോട്ട് ഫോർമുല നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് കുറച്ചുള്ളൂ ഇനി. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം 9 മണിയായി. ഇനി പോയിട്ട് ചായ കുടിച്ച് അത് കഴിഞ്ഞ് 9:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ഇതിന് മുന്നേ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ മാത്സ് ക്ലാസ് കഴിഞ്ഞു. ഇത് ഡേ 6 ഒന്നുമില്ല, അത് ഞങ്ങളെ ഫണ്ടമെൻ്റൽസിൽ 6th പാർട്ടാണ് ഇന്ന്. അവൻ ഡേ 6 എന്ന് എഴുതിയതാണ്. അതിൽ സ്ലൈഡ്സിൽ അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എഴുതിയാണ്. ഒന്ന് സെറ്റ്സ് ചാപ്റ്റർ പുതിയത് തുടങ്ങി. അങ്ങനെ ഇന്നാകെ കുറച്ച് ഇത് ക്ലാസ്സിൻ്റെ ഇടയിൽ എഴുതിത്ത നോട്ടാണ്. അപ്പോൾ അത് ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ 12:30, 9:30 മുതൽ 12:30 വരെ ഒരു 3 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്, അത് കഴിഞ്ഞ് 2 മണിക്കാണ് അടുത്ത ക്ലാസ്. അപ്പോൾ ഇന്ന് എഴുതിയ നോട്ടാണിത്. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി, ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ലേറ്റായി. അപ്പോൾ നമുക്ക് കാര്യമില്ല, അത് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തീർക്കാം. പിന്നെ ഇടയിൽ ബ്രേക്ക് ഉണ്ടാവും, ആ ബ്രേക്കിൽ കണ്ടാൽ മതി.
അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ അതാ ഒരു 5:05 ക്ലാസ് കഴിഞ്ഞ് ഇന്നത്തെ നോട്ട് ഞാൻ കാണിച്ചുതരാം. ഇന്ന് ഡേ 3. ഇന്ന് കൂടുതൽ പ്രോബ്ലംസാണ് ചെയ്തത്. അത് കാര്യമായിട്ടൊന്നും ഇല്ല കാണിക്കാൻ. കാൽക്കുലേഷൻ ഓഫ് എംപിരിക്കൽ മാസ് അതൊക്കെയായിരുന്നു ഇന്ന് കാര്യമായിട്ട്. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി ഇനി ഷോർട്ട് നോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി ഒരു ബ്രേക്ക് എടുത്ത് ഇനി അടുത്ത സെക്ഷൻ ഒരു 6 മണിക്കാണ്. അതുവരെ ഒരു ബ്രേക്കാണ്. ആഴ്ച 6:30 ഞാനൊന്ന് കുറച്ച് ലേറ്റായി പോയി. അപ്പം ഒന്ന് ഒരു 1.5 hour ഒരു സെക്ഷൻ വെക്കാം. ഒരു കെമിസ്ട്രീൻ്റെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്കും ഉണ്ട്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ചെയ്തിട്ട് വരാം. പിന്നെ ഈ സ്ലൈഡ്സിൽ ഏകദേശം 41 ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ടൈപ്പ് മോൾ കൺസെപ്റ്റ് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 8:20. ഇനിയിപ്പോൾ ഒരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വേണം ഇന്നത്തെ മാത്സിൻ്റെ ചെയ്യാൻ. അപ്പോൾ ഇന്നിപ്പോൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഇനി മാത്സിൻ്റെ നോക്കാം. ഗായ്സ് ഇന്നിപ്പോൾ സമയത്ത് 9:30. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി ബ്രേക്കൊക്കെ എടുത്ത് വന്നപ്പം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ മാത്സ് സെറ്റ്സാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സ് നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കുറേ തിയറിയാണ്, റോസറ്റ് ഫോം അങ്ങനെ കുറേയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് റിവൈസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. നാളെയാണ് ഫുള്ള് പ്രോബ്ലംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ തിയറി നമുക്ക് നല്ലോണം മനസ്സിലാക്കിയിട്ട് എന്നാലേ പിന്നെ നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു 9:30 ആയി. 9:30, 10, 11 മണി വരെയൊക്കെ പഠിക്കാം. ഒരു 1.5 മണിക്കൂറിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അത് അന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനും ചെയ്ത് മാത്സിൻ്റെ ഫുള്ള് റിവൈസാക്കി. അപ്പോൾ സമയം 10:45 എല്ലാം റിവൈസാക്കി കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ മാത്സ് ഇതാ എല്ലാം ചെയ്ത്. ഡേ 1 മോർണിംഗ് സ്റ്റഡി നമ്മൾ ചെയ്ത് ഫോർമുല റിവൈസ് ചെയ്ത് ക്ലാസ് ഉണ്ട്. രണ്ടാമത്തെ ക്ലാസ്സും ഉണ്ട്. അതിനുശേഷം കെമിസ്ട്രി പഠിച്ച് പിന്നെ സ്റ്റഡീസിലോട്ട് 3 മാത്സ് ഇപ്പോൾ റിവൈസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്ത് ഒക്കെ റിവൈസാക്കി. അതിനുശേഷം ഒന്നും പിന്നെ പ്രത്യേകിച്ച് റിവിഷനൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അത് ചെയ്തില്ല. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ഡേ 1 നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനി പോയി കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, ഡേ 2 തുടങ്ങുക.